ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന സൂപ്പർ ഫുഡ്, അതായത് ചിക്കൻ കീൻവയാണ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കീൻവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഗ്രോഫിനോയുടെ ഓർഗാനിക് ട്രൈകളർ കീൻവയാണ്. ഈ കാണുന്ന കീൻവ സൂപ്പർ ഫുഡ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം ഇതിൽ ധാരാളമായിട്ടും പ്രോട്ടീനും ഫൈബറും എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സ് ആണ് ഈ കീൻവ എന്ന് പറയുന്നത്. സോ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇതൊന്നും കൂടാതെ നമുക്ക് കുറെ അധികം നേരം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസിനെ ശ്രമിക്കുന്നവർക്കും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ ആണ് എടുക്കുന്നത്. ഒലിവ് ഓയിൽ ധാരാളം ഹെൽത്തി ഫാറ്റും അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് വഴി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഒന്നും കൂടി കൂടുന്നതായിട്ടും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും. നമ്മളിവിടെ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കവും ക്യാരറ്റും ഗ്രീൻ പീസും ആണ്. ക്യാപ്സിക്കം എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും അതേപോലെ തന്നെ പ്രതിരോധ ശേഷിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്യാരറ്റില് ഫൈബർ കണ്ടന്റ് ബീറ്റ കരോട്ടിനും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഡൈജഷനെയും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഗ്രീൻ പീസിൽ ധാരാളമായിട്ടും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാരും എസെൻഷ്യൽ വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇതിൽ ധാരാളം ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ മെയിൻ്റനൻസിനും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ക്യാരറ്റും ചിക്കനും ഒക്കെ ഒന്ന് വേകാനായിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം പെപ്പറോ അല്ലെങ്കിൽ ചില്ലി പൗഡറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കീൻവ എന്ന് പറയുന്നത് സൂപ്പർ ഫുഡ് ആണെന്ന് പറഞ്ഞു. സൂപ്പർ ഫുഡ് എന്ന് മാത്രമല്ല കീൻവനെ പറയേണ്ടത്, അതൊരു പവർ ഹൗസ് ആണ്. കാരണം കീൻവ ഒരു ധാന്യം എന്ന് പറഞ്ഞാലും ആക്ച്വലി അതൊരു സീഡാണ്. സീഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സീഡ്. ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ട 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ 9ഉം ഈ പറഞ്ഞ കീൻവയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ സെറ്റേറ്റ് തരാനും ഈ പ്രോട്ടീൻ കണ്ടന്റിന് പറ്റും. ഇതൊന്നും കൂടാതെ കീൻവ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണം കൂടെയാണ് കീൻവ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ നോർമൽ ആക്കാനും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുവഴി നമ്മുടെ ക്രേവിങ്സിനെ കുറയ്ക്കാനും ഇത് നമുക്ക് പോർഷൻ കൺട്രോളിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് പറ്റിയ ബെസ്റ്റ് ഫുഡാണ് ഈ കീൻവ എന്ന് പറയുന്നത്. സോ നമ്മുടെ കീൻവ ഏകദേശം 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആ ജേംറിംഗ് ഒക്കെ നമുക്ക് പുറത്ത് വന്നതായിട്ട് കാണാം. ഒരു വെള്ള കളർ വട്ടം കുറച്ച് വലുതായിട്ടും ഉണ്ടാവും. ഇനി നമുക്കിത് നമ്മുടെ വെജിറ്റബിൾസിലും ചിക്കനിലേക്കും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും കൂടാതെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള മാഗ്നീഷ്യവും അയണും പൊട്ടാഷ്യം സിങ്കും കീൻവയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷനും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഇതൊന്നും കൂടാതെ കീൻവ എന്ന് പറയുന്നത് ഒരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണമാണ്. ഇതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു ബെറ്റർ കാർബ് ചോയ്സ് ആണ് കീൻവ. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ എനർജി തരുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടത്തുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കീൻവയുടെ വേറൊരു പ്രോപ്പർട്ടിയാണ്. കീൻവ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. സലാഡായിട്ടോ സൂപ്പായിട്ടോ റൈസിന് പകരമായിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് കീൻവ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കീൻവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇളക്കിയിട്ടുള്ളത്. സോ നമ്മുടെ ചിക്കൻ കീൻവ ഇവിടെ മൊത്തത്തിൽ റെഡി ആയിരിക്കുകയാണ്. ഈ ചിക്കൻ കീൻവ ബൗൾ എന്ന് പറയുന്നത് ഒരു വെൽ ബാലൻസ്ഡ് റെസിപ്പിയാണ്. കാരണം അത് റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. സോ ആരെങ്കിലും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണിത്. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കീൻവയിൽ നമ്മൾ ഈ പറഞ്ഞ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ന്യൂട്രിയൻ കണ്ടന്റ് ഒന്നും കൂടെ എൻറിച്ച് ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഉണ്ടാക്കിയ കീൻവ ഞാനിവിടെ അമ്മയെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കി. സോ ഇതായിരുന്നു അമ്മയുടെ എക്സ്പ്രഷൻ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമന്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുകയും വേണം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്